ഹലോ ഗായ്സ്, അപ്പോൾ ഉച്ചയായി, ചോറുണ്ടാകുന്ന സമയമായി. അപ്പോൾ കറി മാത്രമേ ഉള്ളൂ, ഒന്നും അധികം കൂട്ടാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുരുമുളകും ഉപ്പൊക്കെ മിക്സ് ചെയ്ത് കാണുന്ന നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് എണ്ണ തേച്ച് കാണ്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്നാക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കാം. ചെറിയ മുട്ട ആയതുകൊണ്ട് ഇത്ര വലിപ്പമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ഒട്ടുന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നാക്കി കഷ്ണം മുറിട്ട് അതിന് ഉള്ളിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല വെന്തിട്ടുണ്ടാവും. നമുക്ക് നമ്മളെ പാത്രത്തോട്ട് ഇത് ഇടണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശേഷം നല്ല ഫ്രൈ ചെയ്ത മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളമൊക്കെ എടുത്തിട്ട് അച്ചാറൊക്കെ ഇട്ടിട്ട് തിന്നാം കേട്ടോ. നല്ല തണുത്ത വെള്ളം ഗ്ലാസ്സിലോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉമ്മ ഉണ്ടാക്കിയ നല്ല ബീട്രൂട്ട് അച്ചാറും ഉണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും ഒന്ന് എടുത്തുകൊടുക്കാം. ഈ അച്ചാർ കൂട്ടി മാത്രം ചോറുന്ന ദിവസങ്ങളും ഞാൻ ഉണ്ട് കേട്ടോ. അത്ര ടേസ്റ്റാണ് ഈ അച്ചാർ. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിന്നാം കേട്ടോ. നമുക്ക് അതിനെ നമ്മൾ കറിയും ചോറും മിക്സ് ആക്കിയതിന് ശേഷം ഒരു മുട്ട, നല്ല കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ച മുട്ടയും നമ്മളിതാ അച്ചാറും കൂട്ടി ഒറ്റപ്പിടി, പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല തണുത്ത വെള്ളം കുടിച്ച് ഉച്ചത്തെ ചോറ് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.